ഹലോ നമസ്കാരം, ദർശക് ഹിയർ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നിലവിൽ വാർത്താമാധ്യമങ്ങളിലും മറ്റുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വമില്ലായ്മയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രതികരിക്കാൻ പലരും മടി കാണിക്കുന്ന ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദമാവുക എന്നുള്ള ഒരൊറ്റ കാര്യം. ഒരുപക്ഷെ എന്നിട്ട് പോലും അവർക്ക് എല്ലാ രാജ്യാന്തര അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ തലത്തിലുള്ള കാര്യങ്ങളിലും കോൺഫറൻസുകളിലും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണം, ഇപ്പോൾ ഇസ്രായേൽ പോലത്തെ ഒരു രാജ്യത്തിന് ഇപ്പോഴും ഫിഫയുടെ അംഗീകാരത്തോടെ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ അവരുടെ ടീമിന് സാധിക്കുന്നു എന്നുള്ളതും മാത്രമല്ല, എല്ലാ തരത്തിലും അവർ യാതൊരു ഭാഗങ്ങളിൽ നിന്നും തഴയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ യുദ്ധങ്ങൾക്ക്, ജനസൈഡിന് കാരണക്കാരായ ഈ രാജ്യക്കാരോട് ഇപ്പോഴും ലോകത്തിൻ്റെ അല്ലെങ്കിൽ UN-ൻ്റെ നിലപാട്. UN-ൻ്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാ യുദ്ധ നിയമങ്ങളെയും സമാധാനത്തിൻ്റെ എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ നടത്തുന്ന ഈ ഒരു കൂട്ടക്കൊലക്ക് ഇന്നും ലോകം സാക്ഷിയായിട്ടും ഭൂരിഭാഗം ആളുകൾക്ക് അതിൻ്റെ വശം മനസ്സിലായിട്ടും അവരെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂട്ടുപിടിക്കുന്ന രീതിയിൽ രാജ്യത്തെ പല ആളുകളെയും കാണുമ്പോൾ, പല മറ്റു രാജ്യങ്ങളെയും കാണുമ്പോൾ, പല ലോകരാജ്യങ്ങളെയും കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. ഇനി ഏതൊരു മതവിഭാഗം എന്നുള്ളതല്ല, ഏതൊരു മനുഷ്യക്കൂട്ടം, മനുഷ്യരുടെ ഒരു വിഭാഗം ഏത് രാജ്യത്ത്, ഏത് നാട്ടിൽ എത്തരത്തിൽ ക്രൂശിക്കപ്പെടുന്നുവോ എല്ലാം തെറ്റാണെന്നുള്ള വാദക്കാരനാണ് ഞാൻ. കാരണം നമുക്കറിയാം, അത് ഇന്ന മതസ്ഥരാൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതിലല്ല കാര്യം. മനുഷ്യനാൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ നമ്മളെല്ലാവരും അതിനെയാണ് എതിർക്കേണ്ടത്. മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവുക. താങ്ക് യു.